ഉത്തരേന്ത്യയിലെ ഹരിയാനവി സംസാരിക്കുന്ന ഗ്രാമത്തിൻ്റെ ഞരമ്പുകളിൽ ഉണർവും ഊർജവുമായി മാറിയ ഒരു യുവ സന്യാസിയുടെയും അദ്ദേഹം ആ ഗ്രാമവാസികൾക്ക് പകർന്നു നൽകിയ ഒരു പുതിയ ആരോഗ്യ സംസ്കാരത്തിൻ്റെയും നേർക്കാഴ്ച. സുഖഭോഗങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും പുതിയ സുഖങ്ങൾ തേടി പരക്കം പായുന്ന ആധുനിക മനുഷ്യൻ അതിനൊക്കെ പുറംതിരിഞ്ഞ് ഒരു പഴയ സൈക്കിളും ചവിട്ടി അർദ്ധനഗ്നനായ ആ മനുഷ്യൻ ഗ്രാമഹൃദയങ്ങളിലേക്ക് കടന്നു കയറുകയാണ്. ഏതോ ജന്മകർമ്മം പോലെ ആ കാഷായ വേഷധാരി അന്വേഷണത്തിലാണ്. ഹിമാലയ സാനുക്കളിലെ മഹർഷിവര്യന്മാർ പകർന്നു നൽകിയ അനന്തമായ അറിവും സ്വന്തം കണ്ടെത്തലുകളും സംയോജിപ്പിച്ച് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ചികിത്സാ സമ്പ്രദായമാണ് ശീതള ചികിത്സ. ഗ്രാമവാസികൾക്ക് ശാരീരിക സൗഖ്യം നൽകുവാനുള്ള പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ശീതള ചികിത്സയെപ്പറ്റി കേട്ടറിഞ്ഞവർ അടുത്ത ഗ്രാമങ്ങളിൽ നിന്നും വിദൂര പട്ടണങ്ങളിൽ നിന്നുപോലും കാതങ്ങൾ താണ്ടി അദ്ദേഹത്തെ തേടിയെത്തുന്നു. പ്രാകൃതമെന്ന് തോന്നുമെങ്കിലും ലാളിത്യത്തിൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഹൃദ്യമായ സ്വീകരണ രീതി അതിഥികളുടെ ചിന്തയിൽ ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്ന ചോദ്യം ബാക്കിവെക്കുന്നു. രാവേറെ ചെന്നിട്ടും കർമ്മനിരതനായ ആ യുവവൈരി തൻ്റെ ചികിത്സ തേടിയെത്തിയവർക്ക് നിർദ്ദേശങ്ങളും പ്രതിവിധികളും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതത്തിലെ പ്രാർത്ഥനാകർമ്മങ്ങൾക്ക് ശേഷം പാടത്തും പറമ്പിലും പണിയെടുക്കും. കിട്ടുന്ന പണം സ്വരൂപിച്ച് മരുന്നുകളുണ്ടാക്കും. ഗ്രാമക്കൂട്ടങ്ങളിലേക്ക് അവരിലൊരാളായി അദ്ദേഹം കടന്നു ചെല്ലുന്നു. ചുറ്റുവട്ടങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന ചെറുചെടികളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അവരെ അദ്ദേഹം പഠിപ്പിക്കുന്നു. നാട്ടുവഴികളിൽ നാം അറിയാതെ നമ്മ നോക്കി പുഞ്ചിരിക്കുന്ന ചെറുസസ്യങ്ങളിൽ നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാനുള്ള വലിയ നന്മയുണ്ടെന്നുള്ള സന്ദേശം പ്രചരിപ്പിച്ച് നഗ്നപാതനായി അദ്ദേഹം ഗ്രാമവഴികളിലൂടെ നടന്നു നീങ്ങുകയാണ്. ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ആലയമാണെന്നും അവിടെ പാദരക്ഷകൾ ഉപയോഗിക്കരുതെന്നുമുള്ള ഗുരുവചനം തെറ്റാതെ പിന്തുടരുന്നു. മരുന്നിനായി വരുന്നവർ നൽകുന്ന സംഭാവനകൾ കൊണ്ട് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം താങ്ങും തണലും നൽകുകയാണ്. അടുത്തുള്ള പാഠശാലയിലെ വിദ്യാർത്ഥികൾക്ക് തൻ്റെ അറിവുകൾ പകർന്നു നൽകുന്നു. ഗ്രാമവാസികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നു ഇസായി ബാബ. തണുപ്പിൻ്റെ കമ്പളം പുതച്ച് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഉറങ്ങുന്നു. അപ്പോഴും അർദ്ധനഗ്നനായ ഈ സന്യാസി ഉണർന്നിരിക്കുന്നു, ഗ്രാമങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്ന പോലെ.